ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. തക്ക സമയത്ത് നിൻ്റെ ദേശത്തിന് മഴ തരുവാനും നിൻ്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡശാലയായ ആകാശം തുറക്കും. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീയോ വായ്പ വാങ്ങുകയില്ല എന്നുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹ വാക്കാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. അപ്പോൾ നാം അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അനേകരും എന്ന ആ ഒരു ഗണിയിൽപ്പെട്ട് വെളിയിൽ വരുവാൻ നിവർത്തിയില്ലാതെ കിടക്കുന്ന ഒരു സന്ദർഭമാണിത്. ഒരുപാട് കടങ്ങൾ എന്ന് പറഞ്ഞാൽ നാം ആഗ്രഹിക്കുന്നത് വാങ്ങുവാൻ കയ്യിൽ പൈസയില്ല എന്നാകുമ്പോൾ നാം പരീക്ഷയ്ക്ക് എടുക്കുന്നു. അങ്ങനെ കഷ്ടം. അപ്പോൾ ദൈവം ഇവിടെ പറയുന്നത്, നീ അനേക ജാതികൾക്ക് കടം കൊടുക്കും, പക്ഷെ നീയോ വായ്പ വാങ്ങുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിന് ദൈവം ആകാശം തുറന്ന് നിന്നെ അനുഗ്രഹിക്കാമെന്നും പറയുന്നു. അപ്പോൾ ഇതിന് മുകളിൽ നാം ഭാഗങ്ങൾ അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് നാം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനങ്ങൾക്ക് മോശ കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് അത്. അപ്പോൾ മോശ അത് കൊടുക്കുമ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് നടന്നാൽ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് പലരും അത് ചെയ്യുന്നില്ല. തൻ്റെ ഇഷ്ടം നടക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ 6 ദിവസം അധ്വാനിച്ച് 7-ാമത്തെ ദിവസം ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നു. അത് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം പോലും ആരാധിക്കാത്തവരും ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ദൈവം ഇന്നതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്ത ആ 10 കൽപ്പനകൾ അത് അനുസരിച്ച് നാം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല തോൽവികൾ വന്നാലും അത് ജയമാക്കി മാറ്റി ദൈവം നമ്മെ നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ, ന്യായപ്രമാണങ്ങൾ അനുസരിക്കാതെ, ബൈബിളിലെ വചനങ്ങൾ കേട്ട് അനുസരിക്കാതെ നാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തിട്ട് ദൈവത്തോട് അനുഗ്രഹം ചോദിച്ചാൽ ദൈവം തരത്തില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം ദൈവത്തോട് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ ശരിയാക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ കടത്തിൽ നിന്ന് മാറുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 11-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, നിനക്ക് തരുമെന്ന് യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിൻ്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകുമെന്ന് കാണുന്നു. അപ്പോൾ അവിടെ ഇസ്രായേൽ ജനങ്ങളോട് പറയാണ്, നിൻ്റെ ഗർഭഫലത്തിൽ, മൃഗത്തിൻ്റെ സമ്പത്തിൽ, നിലത്തിലെ സമ്പത്തിൽ, എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം തരും എന്ന് ദൈവം പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടപ്പാനും ദൈവത്തെ ആരാധിപ്പാനും നാം മനസ്സ് കാണിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.